ഹലോ ഓൾ. ഇന്ന് ഒരു മൂന്നാർ സ്റ്റേക്കേഷൻ വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ കാറിലാട്ടോ പോകുന്നത്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷർട്ടാണ് കേട്ടോ. ഇതിൻ്റെ കളറും ഈ സ്ട്രോബെറി പ്രിൻസൊക്കെ എനിക്ക് അത്രയും ഇഷ്ടമാണ്. പിന്നെ കാറിന് കഴിക്കാനായിട്ട് നമ്മൾ കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്പോട്ടിൽ ചായ കുടിക്കാൻ കയറി. ഇവിടെ ചായയും മുളക് ബജിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് മുളക് ബജി ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് സ്നാക്ക്. അതുകൊണ്ട് നമ്മൾ അതിനെ വാങ്ങി. ബജി കുറച്ച് തണുത്തിരുന്നെങ്കിലും ചട്നി വാസ് റിയലി സോ ഗുഡ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ ഇത്താത്തയുടെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാട്ടോ. ഇന്ന് നൈറ്റ് നമ്മൾ അവിടെ ആട്ടോ സ്റ്റേ ചെയ്യുന്നത്. എനിക്ക് പിന്നെ ഈ കാറിലുള്ള യാത്ര തീരെ പറ്റില്ല കേട്ടോ. എനിക്ക് AC ഒന്നും തീരെ ഇഷ്ടമല്ല. അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടോ. ഇവിടെ വന്ന് നമ്മൾ മാംഗോ ജ്യൂസ് ഒക്കെ കുടിച്ചു. പിന്നെ ടു ബി ഹോണസ്റ്റ്, ഞാൻ ആകെ ഒരു നൈറ്റ് ഇവിടെ നിന്നിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഇവിടെയുള്ള ആൾക്കാരെന്ന് പറയുന്നത് അത്രയും സ്നേഹമുള്ള ആൾക്കാരാട്ടോ. പിന്നെ അവിടെ ഒരുപാട് കാറ്റ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ഒരു സ്വർഗ്ഗമായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി ഇനി ഫുഡ് കഴിക്കാൻ പോവാൻ കേട്ടോ. പിന്നെ ഫുഡിനായിട്ട് ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും അച്ചാറും തൈരും ചിക്കൻ പൊരിച്ചതും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. വരുമ്പോൾ നമ്മൾ കുറച്ച് കല്ലുമ്മക്കായ കൊണ്ടുവന്നിരുന്നു. നമ്മളിതിനെ കടുക്കാന്നാട്ടോ പറയാ. പിന്നെ വേറെ ഒന്നുമില്ല, നമ്മൾ നേരെ പോയിട്ട് കിടന്നുറങ്ങി കേട്ടോ. ഇനി കാണുന്ന സെക്കൻഡ് ഡേയ്സിത്തെ വീഡിയോസ് ആണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ എണീറ്റ് പെട്ടൊക്കെ ശരിയാക്കി ബ്രഷ് ചെയ്ത് താഴേക്ക് ഇറങ്ങി. ഇന്നലെ നമ്മൾ നൈറ്റ് വന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് നേരത്തെ കാണാൻ കഴിഞ്ഞില്ലായിരുന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ നേരം ഈ കാറ്റ്സിൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്കും എൻ്റെ അനിയത്തിക്കും ഈ പൂച്ച എന്ന് പറഞ്ഞാൽ ജീവനാണ്. അത് കഴിഞ്ഞിട്ട് വേറെ എന്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം നമ്മൾ ഇവരുടെ കൂടെ തന്നെ ആയിരുന്നേ. പിന്നെ ഇയാൾക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ അവിടെ നിന്നു. പിന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വന്ന് റൂമിലെത്തിയപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത്. ഞാൻ ട്രിപ്പിന്റെ തലേന്ന് കഷ്ടപ്പെട്ട് വാശി പിടിച്ച് എൻ്റെ ഉമ്മനെ കൊണ്ട് ഒരു കോട്ടൺ കുർത്തി അടുപ്പിച്ചിരുന്നു. പക്ഷെ അതെടുക്കാനായിട്ട് ഞാൻ മറന്നു. പിന്നെ ഫുള്ള് ഞാൻ അയലിച്ചില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വരുമ്പോൾ ഇട്ട ഡ്രസ്സിന് ഇട്ടിട്ടാട്ടോ പിന്നെയും പോകും. വേറെ എക്സ്ട്രാ ഡ്രസ്സസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എൻ്റെ മൂഡ് അങ്ങോട്ട് പോയാണ്ട് എനിക്കൊന്നും പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വരുമ്പോൾ ഏതാണ് ഇട്ട് അതന്നെ ഇട്ടിട്ടാട്ടോ ഞാൻ പിന്നെയും പോകുന്നത്. ഇനി നമ്മൾ നേരെ മൂന്നാറിലേക്കാണ് പോകുന്നത്. അവിടുന്ന് പിന്നെയുള്ള വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. പിന്നെ നമ്മൾ എല്ലാവരും കാറിന് പുറത്തിറങ്ങി ഇങ്ങനെ ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഇവിടെ കയറിയിട്ടോ. ഇവിടെ ആണെങ്കിൽ കുറേ ഉപ്പിലിട്ടതും കട്ട് ഫ്രൂട്ട്സും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. അവിടുന്ന് നമ്മൾ കുറച്ച് വെള്ളവും പിന്നെ പൈനാപ്പിൾ കട്ട് ചെയ്ത പീസസ് ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചോട്ടോ. പിന്നെ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഒരു കടയിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറി. ബീഫും ഫ്രൈഡ് റൈസും ആയിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയിട്ടുള്ളത്. ഈ ഫ്രൈഡ് റൈസിനാണെങ്കിൽ പെപ്പറിന്റെ നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എരിവ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫുഡ് കഴിച്ച് നമ്മൾ വീണ്ടും കാറിൽ കയറിയിട്ട് ഇതാ പോവാണ്. ഇവിടെയൊക്കെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രസമുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാണാനായിട്ട്. പിന്നെ നമ്മൾ എരവിക്കുളം നാഷണൽ പാർക്കിലേക്ക് പോയി. അവിടെ സ്വീറ്റ് കോൺ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് കോൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ചായയും മാഗിയൊക്കെ വാങ്ങി. പക്ഷേ ഈ മാഗി ഉണ്ടല്ലോ ഞാൻ കൂടുതൽ ടൈമിലും കഴിക്കൂല കേട്ടോ. അവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസ് വരെ പോകാനായിട്ട് നമുക്ക് അവിടെ ബസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ കുറേ നേരം നടന്നു. നല്ല രസമായിരുന്നു കേട്ടോ അവിടെ ഇങ്ങനെ കണ്ടു നടക്കാനായിട്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ചെറുങ്ങനൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ കുറേ പ്ലേസസ് അവിടെ ഉണ്ട് കേട്ടോ. പക്ഷെ എന്താന്ന് വെച്ചാൽ എൻ്റെ ഫോണിൽ അന്ന് തീരെ ചാർജ് ഇല്ലായിരുന്നു. അത് പിന്നെ അങ്ങനെയാണ്. പിന്നെ നമ്മൾ ബസ്സിൽ തന്നെ കയറി നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തി. പിന്നെ കാറിൽ നമ്മൾ പിന്നെയും പോയി. അവിടുന്ന് പിന്നെ നമ്മൾ ഒരു ഐസ്ക്രീം ഷോപ്പ് കണ്ടപ്പോൾ നിർത്തി. നല്ല തണുപ്പായിരുന്നുണ്ടെങ്കിലും ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ റിസോർട്ടിലെത്താനായിട്ട്. 2 റൂമാണ് നമ്മൾ എടുത്തിരുന്നത്. ഒന്നിൽ ഇത്താത്ത ഹസ്ബൻഡ് കുട്ടി, പിന്നെ ഞാൻ ഉമ്മ അനിയത്തി ഒരു റൂമിലായിട്ട്. റൂമൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു കേട്ടോ. ബെഡ്റൂമിനും ബാത്റൂമിനും പുറമെ ഒരു ലിവിങ് ഏരിയ പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു കുഞ്ഞു ബാൽക്കണി ഉണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് തന്നെ അവിടുന്ന് ആ സിറ്റി ലൈറ്റ്സിന്റെ വ്യൂ ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ബട്ട് ദ മോർണിംഗ് വ്യൂ വാസ് റിയലി പെർഫെക്റ്റ്. അത് ഞാൻ നിങ്ങൾക്ക് നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് വന്നു. ചപ്പാത്തി, ഗീ റൈസ്, ദാൽ കറി, ചിക്കൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ ഓർഡർ ആക്കിയത്. പിന്നെ അതൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷായി നമ്മൾ വേഗം കിടന്നു കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു സ്ഥലത്ത് ഫാനും AC ഒന്നുമില്ല, പക്ഷെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് ഈസ് ഡേ 3. രാവിലെ തന്നെ നല്ല സൺലൈറ്റ് ഒക്കെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നേ. ഞാൻ പിന്നെ പറഞ്ഞില്ലേ ബാൽക്കണിയിലെ വ്യൂ കാണിച്ചു തരാന്ന്. ഇതാണ് കേട്ടോ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ. ഈ കോടൊക്കെ ഇറങ്ങുന്ന സമയത്ത് നല്ല രസമാട്ടോ ഇവിടുന്ന് കാണാനായിട്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് താഴേക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. പിന്നെ ഈ റിസോർട്ടിൻ്റെ ഉള്ളിലായിട്ട് കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് കേട്ടോ. പാർക്കായാലും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ അവിടെയുള്ള ഫുള്ള് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല കേട്ടോ. എന്നാലും നമ്മൾ കഴിയുന്ന മാക്സിമം ടൈം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്
റൂമിൽ പോയി ഫ്രഷ് ആയിട്ട് അവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി കേട്ടോ. ഈ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമായിരുന്നേ. പിന്നെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ട് മാഗി അയച്ചു. ഞാനല്ല, അവരെ അയച്ചു. പിന്നെ നമ്മൾ കുറച്ച് പൈനാപ്പിളും മാംഗോയൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. എനിക്ക് ഈ കാറിൽ ഇരുന്നിട്ടാണെങ്കിൽ നല്ല വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഐസ്ക്രീംസും വെച്ചിരുന്നു. പിന്നെ ഒരു ഈവനിങ് ആയപ്പോൾ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മന്തിയൊക്കെ കഴിച്ചു. പിന്നെ ഇത്താത്തയുടെ ഹസ്ബൻഡ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ KSRTCയിലാണ് തിരിച്ചു പോകുന്നത്. ബസ്സിലാണെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ ആക്ക് വേണ്ടിയിട്ട് ബസ്സിൽ നിന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പിന്നെന്താ, നമ്മൾ നാട്ടിലെത്തി. പിന്നെ വീട്ടിലേക്ക് നമുക്ക് രാത്രി ഫുഡൊന്നും കഴിക്കാൻ കിട്ടാത്തതുകൊണ്ട് നമ്മളൊരു അവക്കാഡോ ഷേക്ക് വാങ്ങിയിട്ടാട്ടോ പോയത്. അപ്പോൾ ഇത്രയുള്ള ഈ വ്ലോഗ് ഇഷ്ടപ്പെടാണ് ലൈക്ക് ചെയ്യണേ.